നമസ്കാരം, വെൽക്കം ടു വോക്കാസ്പീഡിയ. ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിൽ കേരളവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഈ ഒരു ക്ലാസ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രാധാന്യമുള്ള പദ്ധതികൾ. നമുക്കറിയാം ഓരോ പരീക്ഷയിലും എത്രത്തോളം ചോദ്യങ്ങൾ ഈ ഒരു ഭാഗത്തു നിന്ന് വരുമെന്ന്. അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, സ്ത്രീ സുരക്ഷാ പദ്ധതി. കേരളത്തിൽ ഏറ്റവും അവസാനം പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഒന്നാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. 2025 ഒക്ടോബറിലാണ് പ്രഖ്യാപിച്ചത്. സ്ത്രീ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനും പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നു. അതൊരു ക്രൈറ്റീരിയ ഉണ്ട്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും അപേക്ഷിക്കാം. അപ്പോൾ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ ഒന്നാമത് എന്താണ്? 35-നും 60-നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും ട്രാൻസ് വനിതകൾക്കും അപേക്ഷിക്കാം. അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. അടുത്ത ക്രൈറ്റീരിയ ആണ്. സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സേവനങ്ങളിൽ സ്ഥിരമായി അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാകരുത്. സ്ഥിര ജോലിക്കാരോ കരാർ ജോലിക്കാരോ അത് കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റിന്റെയോ ആകരുത്. മറ്റൊരു പെൻഷനും ലഭിക്കുന്നവരാകരുത്. മറ്റു പെൻഷൻ ലഭിക്കുന്നവർ ഇതിന് അർഹരല്ല. മഞ്ഞ റേഷൻ കാർഡ്, അതായത് അന്ത്യോദയ അന്ന യോജന, പിന്നെ പിങ്ക് റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗം എന്നീ വിഭാഗങ്ങളിൽ പെടുന്നവരായിരിക്കണം. അതായത് റേഷൻ കാർഡ് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് ആയിരിക്കണം. റേഷൻ കാർഡ് നിറം എന്തെങ്കിലും നീല അല്ലെങ്കിൽ വെള്ള വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ ഈ ഒരു ആനുകൂല്യം സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഇത്രയുമാണ് അതിന്റെ ക്രൈറ്റീരിയ. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കേട്ടതാണ്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ. എന്തിനു വേണ്ടിയാണ്? സ്ത്രീ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനു വേണ്ടിയാണ്. ആ പദ്ധതിയുടെ പേര് സ്ത്രീ സുരക്ഷാ പദ്ധതി എന്നാണ്. അപ്പൊ ഈ 35-നും 60-നും ഇടയിൽ പ്രായം എന്ന് പറയുന്നതിനൊപ്പം തന്നെ പറയുന്നുണ്ട് സ്ത്രീകളാകാം, അതുപോലെ ട്രാൻസ് വനിതകളാകാം. അപേക്ഷകർ കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം. സംസ്ഥാന അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സേവനങ്ങളിൽ സ്ഥിരമായി അല്ലെങ്കിൽ താൽക്കാലികമായി ജോലി ചെയ്യുന്നവരാകരുത്. മറ്റു പെൻഷൻ ഒന്നും ലഭിക്കുന്നവരാകരുത്. അതേപോലെ മഞ്ഞക്കാർഡ് അല്ലെങ്കിൽ പിങ്ക് കാർഡ് ആയിരിക്കണം. എന്നെങ്കിലും അവരുടെ കാർഡ് നീല അല്ലെങ്കിൽ വെള്ളയിലേക്ക് മാറുമ്പോൾ അവർ ഈ വിഭാഗത്തിൽ നിന്നും ഒഴിവാകുകയും ചെയ്യും. കേരള സർക്കാരിന്റെ കെ സ്മാർട്ട് പോർട്ടൽ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. കെ സ്മാർട്ട് നമ്മൾ കുറെ നാളുകൊണ്ട് കേൾക്കുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവന്ന പ്ലാറ്റ്ഫോമിന്റെ പേരായിരുന്നു എന്ത്? കെ സ്മാർട്ട്. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻസ്. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ 2024 ജനുവരി 1 മുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു പോർട്ടലാണ് കെ സ്മാർട്ട്. കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ. കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ സ്ത്രീ സുരക്ഷാ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുക. അതിന് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കിയിരിക്കുക. അവിടെ നമ്മൾ കെ സ്മാർട്ട് എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ എല്ലാ സേവനങ്ങൾക്കും വേണ്ടിയുള്ള ഏകീകൃത പോർട്ടലിന്റെ പേരാണ് എന്ത്? കെ സ്മാർട്ട്. അടുത്ത പദ്ധതി നിർഭയ നിശ പദ്ധതി. അപ്പൊ നിർഭയ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഉണ്ട് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. സ്ത്രീകൾക്ക് രാത്രികാല സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതി. അപ്പൊ ഇത് കേരള പോലീസിന്റെ പദ്ധതിയാണ്. എന്താണ് ലക്ഷ്യം? സ്ത്രീകൾക്ക് രാത്രികാല സുരക്ഷ ഉറപ്പാക്കുക. അതായത് രാത്രി സഞ്ചരിക്കുന്ന സ്ത്രീകൾ രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. കേരള പോലീസിന്റെ പോൾ ആപ്പിലെ SOS ബട്ടൺ, നമുക്കറിയാം വനിതാ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ട് ഏകീകൃത 112, ജില്ലാ കൺട്രോൾ റൂമുകൾ, ഹൈവേ പട്രോൾ യൂണിറ്റുകൾ, പിങ്ക് പെട്രോൾ വാഹനങ്ങൾ തുടങ്ങിയ സംവിധാനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു നിർഭയ നിശ പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടെ നമുക്കറിയാം കേരള പോലീസിന്റെ പോൾ ആപ്പ്. അപ്പോൾ അവിടെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പിന്റെ പേരാണ് എന്ത്? പോൾ ആപ്പ് എന്ന് പറയുന്നത്. കേരള പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പിന്റെ പേരാണ് പോൾ ആപ്പ്. അപ്പോൾ ശ്രദ്ധിച്ചോണം. നിർഭയ നിശ പദ്ധതി സ്ത്രീകൾക്ക് രാത്രികാല സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതി. രാത്രി 9 മണി മുതൽ പുലർച്ചെ 5 മണി വരെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി. കേരള പോലീസിന്റെ വിവിധ സേവനങ്ങൾ, കൺട്രോൾ റൂം സേവനങ്ങൾ, പെട്രോൾ യൂണിറ്റുകൾ ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഇത് നടപ്പാക്കുന്നത്. നിർഭയ നിശ പദ്ധതി രാത്രികാല യാത്രികരായ സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണെന്ത്? നിർഭയ നിശ പദ്ധതി. ഇനി അടുത്തത് സൂതികാമിത്രം. ഇത് 2025 സെപ്റ്റംബർ 23 സ്റ്റാർട്ട് ചെയ്തൊരു പദ്ധതിയാണ്. സൂതികാമിത്രം എന്ന് സ്റ്റാർട്ട് ചെയ്തു 2025 സെപ്റ്റംബറിൽ. ഗർഭിണികൾക്കും
പ്രസവാനന്തര അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാൻ വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് സൂതികാമിത്രം. ഗർഭിണികൾക്കും പ്രസവാനന്തരം അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാൻ വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയാണെന്ത്? സൂതികാമിത്രം പദ്ധതി. പദ്ധതിയുടെ പേരെന്താണ്? സൂതികാമിത്രം. ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകാൻ വനിതാ ഫെഡ് ആരംഭിച്ച പദ്ധതിയാണ് സൂതികാമിത്രം. സൂതികാമിത്രം എന്നാരംഭിച്ചു? 2025 സെപ്റ്റംബർ 23. ഡേറ്റ് പഠിച്ചില്ലെങ്കിലും 2025 സെപ്റ്റംബറിൽ ആരംഭിച്ചു എന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഓപ്പറേഷൻ രക്ഷിത. ഇതൊരു ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ്. ഓപ്പറേഷൻ രക്ഷിത 2025 നവംബറിലാണ് ആരംഭിച്ചത്. ഓർമ്മയുണ്ടോ? ഒരു ആള് ലഹരിക്ക് അടിമപ്പെട്ട് ട്രെയിനിന്റെ സൈഡ് വാതിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വറക്കലേക്ക് എടുത്ത് തള്ളിയിട്ട് വലിയ വാർത്തയൊക്കെ ഏതായിരുന്നു. കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരള പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണിത്. ഇതിലെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുക, ഇത് ഈ പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഓപ്പറേഷൻ രക്ഷിത. അപ്പോൾ ട്രെയിനുകളിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും വേണ്ടി കേരള പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും ചേർന്ന് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണെന്ത്? ഓപ്പറേഷൻ രക്ഷിത. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇതിലൂടെ ഓർത്തിരിക്കണം. ഇന്ത്യ റെയിൽവേയുടെ ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് 139. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് എന്ത് സേവനങ്ങളുണ്ട് ഏത് നമ്പർ വിളിച്ചാൽ മതി? 139. ഇന്ത്യൻ റെയിൽവേയുടെ ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 139. അപ്പൊ ക്ലിയർ ആണല്ലോ. ഓപ്പറേഷൻ രക്ഷിത എന്നാരംഭിച്ചു? 2025 നവംബർ. കേരളത്തിലെ ട്രെയിൻ യാത്രക്കാരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേരള പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി. പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവരെ കണ്ടെത്തുക, അക്രമങ്ങൾ തടയുക എന്നുള്ളതാണ്. ആ ഒരു പദ്ധതികൾ അത്രയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി എന്താണ് നമുക്ക് മനസ്സിലായി. അതിനുശേഷം നമ്മൾ പഠിച്ച നിർഭയ നിശ പദ്ധതി. അപ്പൊ യാത്രികരായ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണെന്ന് ഓർക്കാം. സൂതികാമിത്രം ഗർഭിണികൾക്കും പ്രസവാനന്തര അമ്മമാർക്കും ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ശാസ്ത്രീയ പരിചരണം നൽകുന്ന വനിതാ ഫെഡിന്റെ പദ്ധതിയാണ്. ഓപ്പറേഷൻ രക്ഷിത ട്രെയിനുകളിൽ ലഹരി ഉപയോഗിച്ച് കയറുന്നവരെ പിടികൂടുന്നതിനും അതേപോലെ തന്നെ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കേരള പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും പദ്ധതിയാണ്. ഇനി സംസ്ഥാന ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച സ്ത്രീക്ഷേമ പദ്ധതികൾ, അതായത് ബജറ്റ് മുമ്പായിട്ട് നയപ്രഖ്യാപനം ഉണ്ടല്ലോ, അതിൽ പ്രഖ്യാപിച്ച സ്ത്രീക്ഷേമ പദ്ധതികളാണ്. ഒന്ന്, സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. സർക്കാർ ഓഫീസുകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന രീതിയിൽ ഭരണപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. സർക്കാർ ഓഫീസുകളിൽ, അത് നയപ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ച പദ്ധതികളാണ്. ശ്രദ്ധിച്ചോണം. സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ സർക്കാർ ഓഫീസുകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന രീതിയിൽ ഭരണപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണെന്ത്? സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. സർക്കാർ ഓഫീസുകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന രീതിയിൽ ഭരണപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണ് സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. ഇനി അടുത്തത് വി ഇനിഷ്യേറ്റീവ്. പട്ടികവർഗ വനിതകളിൽ സംരംഭത്വം പ്രോത്സാഹിപ്പിക്കാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് വി ഇനിഷ്യേറ്റീവ്. പട്ടികവർഗ വനിതകളിൽ സംരംഭത്വം പ്രോത്സാഹിപ്പിക്കാൻ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? വി ഇനിഷ്യേറ്റീവ്. നെക്സ്റ്റ് 40+ പദ്ധതി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആർത്തവ വിരാമ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്കായി ശാരീരികവും മാനസികവും സാമൂഹ്യമായ പിന്തുണ നൽകുന്ന പദ്ധതിയാണ് 40+ പദ്ധതി. ആർത്തവ വിരാമ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്കായി ശാരീരികവും മാനസികവും സാമൂഹികവുമായ പിന്തുണ നൽകുന്ന പദ്ധതിയുടെ പേരാണെന്ത്? 40+ പദ്ധതി. അപ്പൊ 3 പദ്ധതികൾ പേര് കേട്ടാൽ തന്നെ നമുക്ക് ഓർക്കാൻ പറ്റും. ഒന്ന്, സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ സർക്കാർ ഓഫീസുകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന രീതിയിൽ ഭരണപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണെന്ത്? സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. വി ഇനിഷ്യേറ്റീവ്. പട്ടികവർഗ വനിതകളിൽ സംരംഭത്വം പ്രോത്സാഹിപ്പിക്കാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് വി ഇനിഷ്യേറ്റീവ്. 40+ പദ്ധതി. ആർത്തവിരാമ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സ്ത്രീകൾക്കായി ശാരീരികവും മാനസികവും സാമൂഹികവുമായ പിന്തുണ നൽകുന്ന പദ്ധതിയാണ് 40+ പദ്ധതി. ഇനി അടുത്തത് സമാരംഭം. ശ്രദ്ധിച്ചോണം. അതിക്രമങ്ങളെ അതിജീവിച്ച സ്ത്രീകളെ പുനരധിവസിപ്പിക്കാനും തൊഴിലിടങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള പദ്ധതിയാണ് സമാരംഭം. ഇതെല്ലാം ഈ ഒരു നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. സമാരംഭം എന്നൊരു പദ്ധതി, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ് സമാരംഭം.
അതിക്രമങ്ങളെ അതിജീവിച്ച സ്ത്രീകളെ പുനരധിവസിപ്പിക്കാനും തൊഴിലിടങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുമുള്ള പദ്ധതിയാണ് സമാരംഭം. അതിക്രമങ്ങളെ അതിജീവിച്ച സ്ത്രീകളെ പുനരധിവസിപ്പിക്കാനും തൊഴിലിടങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് സമാരംഭം. അടുത്തത് തന്റെ ഇടം പദ്ധതി. ക്ഷേമ സ്ഥാപനങ്ങളിൽ വളർന്ന കുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോൾ അവരുടെ ആവശ്യമായ പുനരധിവാസം പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് തന്റെ ഇടം. അതായത് നമുക്കറിയാം, അനാഥാലയങ്ങൾ അല്ലെങ്കിൽ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വളരുന്ന കുട്ടികൾക്ക് 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ അവർക്ക് ആവശ്യമായ പുനരധിവാസം അങ്ങനെയുള്ള പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് എന്ത്? തന്റെ ഇടം പദ്ധതി. നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ക്ഷേമ സ്ഥാപനങ്ങളിൽ വളർന്ന കുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോൾ അവർക്ക് ആവശ്യമായ പുനരധിവാസവും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് എന്ത്? തന്റെ ഇടം പദ്ധതി. ഇനി അടുത്തത് വനിതാ കർഷക പദ്ധതി. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പിന്തുണയും സഹായവും നൽകുന്ന പദ്ധതിയാണ് വനിതാ കർഷക പദ്ധതി. എളുപ്പല്ലേ? കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പിന്തുണയും സഹായവും നൽകുന്ന പദ്ധതിയാണിത് വനിതാ കർഷക പദ്ധതി. വനിതാ കർഷക പദ്ധതി. അപ്പോൾ അതിക്രമങ്ങളെ അതിജീവിച്ച സ്ത്രീകളെ പുനരധിവസിപ്പിക്കാനും തൊഴിലിടങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് സമാരംഭം. ക്ഷേമ സ്ഥാപനങ്ങളിൽ വളർന്ന കുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോൾ അവർക്ക് ആവശ്യമായ പുനരധിവാസവും പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് തന്റെ ഇടം. അതുപോലെ വനിതാ കർഷക പദ്ധതി എന്താണ്? കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പിന്തുണയും സഹായവും നൽകുന്ന പദ്ധതിയാണ് വനിതാ കർഷക പദ്ധതി. ഇനി കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെ പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരുടെയും പിന്തുണയോടെ ഗുരുതര രോഗബാധിതർക്കും കുടുംബാംഗങ്ങൾക്കും ചികിത്സാപരവും സാമൂഹികവും മാനസികവുമായ ഗൃഹകേന്ദ്രീകരണ പരിചരണം നൽകുന്ന സാമൂഹ്യ അധിഷ്ഠിത ആരോഗ്യ പരിചരണ ശൃംഖലയാണ് കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. സംസ്ഥാനത്തെ എല്ലാ പാലിയേറ്റീവ് കെയർ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ നയപ്രഖ്യാപനത്തിൽ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ് കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെയും പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരുടെയും പിന്തുണയോടെ ഗുരുതര രോഗബാധിതരായ കുടുംബങ്ങൾക്ക് ചികിത്സാപരവും സാമൂഹികവും മാനസികവുമായ ഗ്രഹ കേന്ദ്രീകൃത പരിചരണം നൽകുന്ന സാമൂഹ്യ അധിഷ്ഠിത ആരോഗ്യ പരിചരണ ശൃംഖല. ഒറ്റ വീടിൽ പറഞ്ഞാൽ സംസ്ഥാനത്തെ എല്ലാ പാലിയേറ്റീവ് കെയർ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങളോട് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നൊരു പദ്ധതിയാണിത് കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച സ്ത്രീക്ഷേമ പദ്ധതികൾ. അപ്പം ഇവിടെ നമുക്ക് വനിതാ കർഷക വരെയുള്ള പദ്ധതികൾ അതിനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ഒരു പാലിയേറ്റീവ് കെയർ എന്ന രീതിയിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 6 ഉണ്ട്. ഒന്ന്, സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. സർക്കാർ ഓഫീസുകളിൽ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന നൽകുന്ന രീതിയിൽ ഭരണപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതിയാണെന്ത്? സ്ത്രീ സൗഹൃദ സിവിൽ സ്റ്റേഷനുകൾ. വി ഇനിഷ്യേറ്റീവ്. പട്ടികവർഗ വനിതകളിൽ സംരംഭത്വം പ്രോത്സാഹിപ്പിക്കാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് വി ഇനിഷ്യേറ്റീവ്. 40+ പദ്ധതി. ആർത്തവിരാമ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന സ്ത്രീകൾക്കായി ശാരീരികവും മാനസികവും സാമൂഹികമായ പിന്തുണ നൽകുന്ന പദ്ധതിയാണ് 40+ പദ്ധതി. സമാരംഭം. അതിക്രമങ്ങളെ അതിജീവിച്ച സ്ത്രീകളെ പുനരധിവസിപ്പിക്കാനും തൊഴിലിടങ്ങളിൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പദ്ധതിയാണ് സമാരംഭം. തന്റെ ഇടം. ക്ഷേമ സ്ഥാപനങ്ങളിൽ വളർന്ന കുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോൾ അവർക്ക് ആവശ്യമായ പുനരധിവാസം പിന്തുണയും നൽകുന്ന പദ്ധതിയാണ് തന്റെ ഇടം. വനിതാ കർഷക പദ്ധതി. കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പ്രത്യേക പിന്തുണയും സഹായം നൽകുന്ന പദ്ധതിയാണ് വനിതാ കർഷക പദ്ധതി. നെക്സ്റ്റ്, കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സന്നദ്ധ സംഘടനകളുടെയും പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകരുടെയും പിന്തുണയോടെ ഗുരുതര രോഗബാധിതർക്കും കുടുംബങ്ങൾക്കും ചികിത്സാപരവും സാമൂഹികവും മാനസികവുമായ ഗൃഹകേന്ദ്രീകരണ പരിചരണം നൽകുന്ന സാമൂഹ്യ അധിഷ്ഠിത ആരോഗ്യ പരിപാലന ശൃംഖല. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത് സംസ്ഥാനത്തെ എല്ലാ പാലിയേറ്റീവ് കെയർ സംരംഭങ്ങളുടെ പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന പദ്ധതിയാണെന്ത്? കേരള കെയർ പാലിയേറ്റീവ് കെയർ ഗ്രിഡ്. ഓക്കെ, ഇനി അടുത്ത പദ്ധതിയിലേക്ക് പോവുകയാണ്. അഷ്വേർഡ് പെൻഷൻ സ്കീം. ഇതൊക്കെ ബജറ്റുമായി ബന്ധപ്പെട്ട് വന്ന പ്രഖ്യാപനങ്ങളാണ്. അപ്പൊ നമുക്കറിയാം, NPS എന്ന് പറയുന്ന നേരത്തെ നമുക്ക് പങ്കാളിത്ത പെൻഷൻ ആയിരുന്നു. അതിനുശേഷം ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചുകൊണ്ട് ദേശീയ പെൻഷൻ സംവിധാനം എന്നൊരു സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു സംവിധാനം, അതായത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ് ഈ പങ്കാളിത്ത പെൻഷൻ വലിയ
തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊക്കെ ഇടയാക്കിയിരുന്നു. അപ്പൊ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ദേശീയ പെൻഷൻ സംവിധാനത്തിന് പകരം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ സ്കീം. എന്താണ് അതിന്റെ പേര്? അഷ്വേർഡ് പെൻഷൻ സ്കീം. ഇപ്പം ആദ്യം കേരളത്തിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആയിരുന്നു, പിന്നെ അത് കോൺട്രിബ്യൂട്ടറി പെൻഷനായി. അപ്പോഴാണ് ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം എന്ന രീതിയിൽ വലിയ സമ്മർദ്ദമൊക്കെ സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഇപ്പൊ കേന്ദ്ര സർക്കാർ ആണെങ്കിൽ ഇതുപോലെ ഒരു ദേശീയ പെൻഷൻ സംവിധാനം പ്രഖ്യാപിച്ചു. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിരമിക്കുന്ന ഒരാൾക്ക് വിരമിക്കുന്ന സമയത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി ഉറപ്പായിട്ടും പെൻഷനായിട്ട് കിട്ടും, ആ ഒരു സ്കീം. അതുപോലെ ദേശീയ പെൻഷൻ സംവിധാനത്തിന് പകരം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ സ്കീം. നിലവിൽ വന്നത് 2026 ഏപ്രിൽ 1. അപ്പൊ പണ്ടൊക്കെ സർവീസിൽ, പണ്ടെന്ന് പറഞ്ഞാൽ കുറെ കാലം മുമ്പ് സർവീസിൽ കയറുന്നവർക്കൊക്കെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ആയിരുന്നു, പിന്നെ അത് കോൺട്രിബ്യൂട്ടറി പെൻഷനായി. കോൺട്രിബ്യൂട്ടറി പെൻഷൻ, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സമരങ്ങളും പ്രശ്നങ്ങളും ആയിരുന്നു. ആ സമയത്താണ് കേന്ദ്ര സർക്കാർ ദേശീയ പെൻഷൻ സംവിധാനം അവിടെ നടപ്പാക്കുന്നത്. അതിന് സമാനമായി അല്ലെങ്കിൽ പകരമായി സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതിയാണെന്ത്? അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന നിലയിൽ വന്നു 2026 ഏപ്രിൽ 1. വിരമിക്കൽ സമയത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി ലഭിക്കും. അതാണ് അഷ്വേർഡ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ പെൻഷൻ സംവിധാനത്തിന് പകരം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ സ്കീം. പ്രാബല്യത്തിൽ വരുന്ന എന്നാണ് 2026 ഏപ്രിൽ 1. വിരമിക്കൽ സമയത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി ലഭിക്കും. അടുത്തത് ദ്യുതി. വൈദ്യുതി പ്രസരണ ശൃംഖലയ്ക്കും വാണിജ്യ നഷ്ടം കുറയ്ക്കാനുമായി 2025 ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയാണ് ദ്യുതി പദ്ധതി. വൈദ്യുത പ്രസരണ ശൃംഖലയ്ക്കും വാണിജ്യ നഷ്ടം കുറയ്ക്കാനുമായി 2025 ബജറ്റിൽ, അതായത് കേരള ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയാണ് ദ്യുതി. എന്താണ് പദ്ധതിയുടെ പേര്? ദ്യുതി. അപ്പൊ വൈദ്യുതി പ്രസരണ ശൃംഖലയ്ക്കും വാണിജ്യ നഷ്ടം കുറയ്ക്കാനുമായി 2025 ബജറ്റിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണെന്ത്? ദ്യുതി. ഇപ്പോൾ കേരളത്തിൽ സർക്കാർ ജീവനക്കാർക്കായി വേണ്ടി നടപ്പാക്കുന്ന പുതിയ പെൻഷൻ പദ്ധതിയാണ് അഷ്വേർഡ് പെൻഷൻ സ്കീം. എന്ന നിലയിൽ വന്നു 2026 ഏപ്രിൽ 1. എന്ന നിലയിൽ വന്നു 2026 ഏപ്രിൽ 1. വിരമിക്കൽ സമയത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% പെൻഷനായി ലഭിക്കുമെന്നുള്ളതാണ് പ്രത്യേകത. അടുത്തത് കെ ഹോംസ്. ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിന് നൽകുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് കെ ഹോംസ്. അപ്പൊ ഈ കെ ഹോംസ് എന്ന് പറയുന്ന പദ്ധതി കേൾക്കുമ്പോൾ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ്? ടൂറിസം. ഇടയ്ക്ക് വാർത്തയുണ്ടായിരുന്നല്ലോ, കേരളത്തിൽ 30 ലക്ഷത്തോളമൊക്കെ റൂമുകളോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകളോ വീടുകളൊക്കെ അടഞ്ഞു കിടപ്പുണ്ട് എന്നും പറഞ്ഞ്. കാരണം വല്ല വിദേശത്ത് പോയി. അപ്പൊ ആ വീടുകളെ ഈ പറഞ്ഞ സാമ്പത്തിക സ്രോതസ്സുകളാക്കി മാറ്റുക, ടൂറിസം മേഖലയിൽ യൂസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകൾ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിന് നൽകുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് എന്ത്? കെ ഹോംസ്. ഇനി അടുത്തത് ലോക കേരള കേന്ദ്രം. നമുക്കറിയാം ലോക കേരള സഭ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പ്രവാസി മലയാളികളുടെ സർക്കാർ തലത്തിലുള്ള ആഗോള കൂട്ടായ്മയാണ് എന്ത്? ലോക കേരള സഭ. അപ്പൊ ഈ ലോക കേരള സഭയുടെ സമ്മേളനങ്ങളൊക്കെ ഇടയ്ക്ക് നടക്കാറുണ്ട്. അപ്പൊ ഈ പ്രവാസികൾക്ക് നാടുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ കേന്ദ്രങ്ങളാണ് ലോക കേരള കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ലോക കേരള സഭ എന്നൊരു കൺസെപ്റ്റിന് സമാനമായി വരുന്നതാണ് ലോക കേരള കേന്ദ്രം. പ്രവാസികളുമായി കേരളത്തിന്റെ ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ കേന്ദ്രങ്ങളെയാണ് എന്ത് വിളിക്കുക? ലോക കേരള കേന്ദ്രം. അടുത്തത് മിലാപ്പ്. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ അഗ്നിരക്ഷാസേന തയ്യാറാക്കിയ പദ്ധതിയാണ് മിലാപ്പ്. അതായത് മൈഗ്രേഡ് ലേബേഴ്സ് അവയർനെസ് പ്രോഗ്രാം. മൈഗ്രേഡ് ലേബേഴ്സ് അവയർനെസ് പ്രോഗ്രാം, മിലാപ്പ്. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ അഗ്നിരക്ഷാസേന, ഫയർഫോഴ്സിന്റെ പദ്ധതിയാണെന്ത്? മിലാപ്പ്, മൈഗ്രേഡ് ലേബേഴ്സ് അവയർനെസ് പ്രോഗ്രാം. അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ അഗ്നിരക്ഷാസേന തയ്യാറാക്കിയ പദ്ധതിയാണ് മിലാപ്പ്, മൈഗ്രേഡ് ലേബേഴ്സ് അവയർനെസ് പ്രോഗ്രാം. നെക്സ്റ്റ് മഴവില്ല്. ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മഴവില്ല്. അപ്പൊ എന്താണ്? ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണെന്ത്? മഴവില്ല്. അപ്പൊ ക്ലിയർ ആണല്ലോ, സിമ്പിൾ ആണ്. ടൂറിസം മേഖലയിൽ ഉള്ള പദ്ധതിയാണ് കെ ഹോംസ്. അതായത് ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളൊക്കെ ടൂറിസം മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിന് നൽകുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതി. ലോക കേരള കേന്ദ്രം. പ്രവാസികളുമായി കേരളത്തിന്റെ ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ കേന്ദ്രങ്ങളാണ് എന്ത്? ലോക കേരള കേന്ദ്രം. മിലാപ്പ്,
അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടി ഫയർഫോഴ്സ് നടപ്പാക്കുന്ന പദ്ധതിയാണ് മിലാപ്പ്, മൈഗ്രേഡ് ലേബേഴ്സ് അവയർനെസ് പ്രോഗ്രാം. മഴവില്ല്, ശാസ്ത്ര പഠനം അനായാസമാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് മഴവില്ല്. നെക്സ്റ്റ് K4 കെയർ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൃദ്ധർ, കിടപ്പായ രോഗികൾ, ഭിന്നശേഷിക്കാർ, നവജാത ശിശുക്കൾ, പ്രസവാനന്തര പരിചരണം ആവശ്യമുള്ള സ്ത്രീകൾ എന്നിവർക്ക് സഹായവും പരിചരണവും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് K4 കെയർ. വൃദ്ധർ, കിടപ്പായ രോഗികൾ, ഭിന്നശേഷിക്കാർ, നവജാത ശിശുക്കൾ, പ്രസവാനന്തര പരിചരണം ആവശ്യമുള്ള സ്ത്രീകൾ എന്നിവർക്ക് സഹായവും പരിചരണവും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് K4 കെയർ. നെക്സ്റ്റ് വി പാർക്ക്, ഉപയോഗശൂന്യമായി കിടക്കുന്ന മേൽപ്പാലങ്ങളുടെ അടിഭാഗങ്ങൾ ജനസൗഹൃദ പൊതുയിടങ്ങളാക്കി മാറ്റുന്ന എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വി പാർക്ക്. ഉപയോഗശൂന്യമായി കിടക്കുന്ന മേൽപ്പാലങ്ങളുടെ അടിഭാഗങ്ങൾ ജനസൗഹൃദ പൊതുയിടങ്ങളാക്കി മാറ്റുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വി പാർക്ക്. ഈ വി പാർക്ക് കൺസെപ്റ്റിൽ ആദ്യത്തെ ഒരു സ്ഥലം കൊല്ലത്ത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് വലിയ വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉപയോഗശൂന്യമായി കിടക്കുന്ന മേൽപ്പാലങ്ങളുടെ അടിഭാഗങ്ങൾ ജനസൗഹൃദ പൊതുയിടങ്ങളാക്കി മാറ്റുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് എന്ത്? വി പാർക്ക്. നെക്സ്റ്റ് മനസ്സോടെ, കൊല്ലം ജില്ലയിലാണ് ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലാ ആരോഗ്യ പരിപാലന രീതിയിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് മനസ്സോടെ. അപ്പൊ ആ പദ്ധതിയുടെ പേര് മനസ്സോടെ കൊല്ലം എന്നാണ്. നമ്മൾ പലപ്പോഴും ഈ ആത്മഹത്യാ നിരക്കിന്റെ കണക്ക് വരുന്ന സമയത്ത് ടോപ്പിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് കൊല്ലം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ തന്നെ പലപ്പോഴും. അപ്പോൾ ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ജില്ലാ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത്? മനസ്സോടെ കൊല്ലം. അപ്പൊ ഈ മനസ്സോടെ കൊല്ലം എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ പദ്ധതി നടപ്പാക്കുന്നത്. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ. K4 കെയർ, വൃദ്ധർ, കിടപ്പായ രോഗികൾ, ഭിന്നശേഷിക്കാർ, നവജാത ശിശുക്കൾ, പ്രസവാനന്തര പരിചരണം ആവശ്യമുള്ള സ്ത്രീകൾ എന്നിവർക്ക് സഹായവും പരിചരണവും നടപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് വി പാർക്ക്. ഉപയോഗശൂന്യമായി കിടക്കുന്ന മേൽപ്പാലങ്ങളുടെ അടിഭാഗങ്ങൾ ജനസൗഹൃദ പൊതുയിടങ്ങളാക്കി മാറ്റുന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് വി പാർക്ക്. മനസ്സോടെ കൊല്ലം, ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കൊല്ലം ആരോഗ്യവകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത്? മനസ്സോടെ കൊല്ലം. നെക്സ്റ്റ് ദീപ്തി, പേര് തന്നെയുണ്ട്. ദീപ്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു വെളിച്ചം എന്നർത്ഥമല്ലേ. സംസ്ഥാന സാക്ഷരതാ മിഷൻ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡുമായി ചേർന്ന് നടപ്പാക്കുന്ന കാഴ്ച പരിമിതർക്കുള്ള ബ്രെയിലി ലിപി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി. ഈ ബ്രെയിലി ലിപി നമുക്കറിയാം, കാഴ്ച പരിമിതർക്ക് വേണ്ടിയുള്ള ലിപിയാണ് ബ്രെയിലി ലിപി. അപ്പൊ ഈ ബ്രെയിലി ലിപി സാക്ഷരതാ പദ്ധതിയുടെ പേരാണെന്ത്? ദീപ്തി. സംസ്ഥാന സാക്ഷരതാ മിഷൻ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡുമായി ചേർന്ന് നടപ്പാക്കുന്ന കാഴ്ച പരിമിതർക്കുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ പേരാണെന്ത്? ദീപ്തി. സംസ്ഥാന സാക്ഷരതാ മിഷൻ കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡുമായി ചേർന്ന് നടപ്പാക്കുന്ന കാഴ്ച പരിമിതർക്കുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് ദീപ്തി. നെക്സ്റ്റ് കേര, ഇത് നേരത്തെ തന്നെ 2 വർഷം മുമ്പ് തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച് നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. ഓരോ ബജറ്റ് വരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ വരാറുണ്ട്. ഇത്തവണയാണെങ്കിൽ വീണ്ടും ബജറ്റിൽ ഈ ഒരു ടേം ഉണ്ടായിരുന്നു, കേര. കേരള ക്ലൈമറ്റ് റീസൈലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ്, അതാണ് കേരളയുടെ പൂർണ്ണരൂപം. കേരള ക്ലൈമറ്റ് റിസൈലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ്, കേര. ഒന്നുമില്ല, കാർഷിക മേഖല, അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അനുസൃതമായി കാലാവസ്ഥാ മേഖലയെ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അനുസൃതമായി കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഈ കേരള ക്ലൈമറ്റ് റീസൈലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ്. അതായത് കേരളത്തിലെ കാർഷിക മേഖലയുടെ പ്രതിരോധ ശേഷിയും സുസ്ഥിരതയും ലക്ഷ്യമിട്ടുള്ള ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതി. അപ്പം ഒന്നുമില്ല, ഈ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞ കാര്യം തന്നെയാണ്. കേരളത്തിലെ കാർഷിക മേഖലയുടെ പ്രതിരോധ ശേഷിയും സുസ്ഥിരതയും, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് അനുസൃതമായി ഈ പറഞ്ഞ കൃഷി മേഖലയിൽ ആധുനികവൽക്കരണം കൊണ്ടുവരിക, അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്നു, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള പോയിന്റ്. ആരുടെ സഹായത്തോടെ നടപ്പാക്കുന്നു? ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്നു. അടുത്തത് അക്ഷരോന്നതി, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി.
പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്ത്? അക്ഷരോന്നതി. അപ്പോൾ ദീപ്തി എന്താണ്? സംസ്ഥാന സാക്ഷരതാ മിഷൻ, കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡുമായി ചേർന്ന് നടപ്പാക്കുന്ന കാഴ്ച പരിമിതർക്കുള്ള ബ്രെയിലി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി. കേര, കേരള ക്ലൈമറ്റ് റീസൈലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷൻ പ്രോജക്റ്റ്, കേരളത്തിന്റെ കാർഷിക മേഖലയുടെ പ്രതിരോധ ശേഷിയും സുസ്ഥിരതയും ലക്ഷ്യമിട്ടുള്ള ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് കേര. അക്ഷരോന്നതി, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. ഇനി ജനകൽസ, ഉത്സവം എന്നൊരർത്ഥം വരുന്നതാണ്. ഗോത്രകലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് ജനകൽസ. ഇതിന് തുടക്കം കുറിച്ചത് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. ഈ നമ്മൾ പറയത്തില്ലേ ഭാഷാ ന്യൂനപക്ഷങ്ങൾ, അപ്പൊ ഈ കൊങ്കണി ആ ഒരു മേഖലയിലുള്ള ഒരു വേർഡാണ് ഈ ജനകൽസ. ജനങ്ങളുടെ ആഘോഷം അല്ലെങ്കിൽ ഉത്സവം എന്നൊക്കെ ഒരു അർത്ഥത്തിൽ വരുന്നതാണ്. ജനഹൽസ പദ്ധതിക്ക് തുടക്കം കുറിച്ച എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഇത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ്. ഒരുപാട് സവിശേഷതകളുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോത്രകലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? ജനഗൽസ. ജനഗൽസ. ഇനി അടുത്തത് ഇ സമൃദ്ധ. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതിയാണ് ഇ സമൃദ്ധ. നമുക്കൊരു പെട്ടെന്ന് നമ്മുടെ ഒരു പെറ്റിനെ വയ്യാതാവുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ നൈറ്റ് ടൈം ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടറെ കാണാനോ അങ്ങനെയൊന്നും പറ്റിയെന്ന് വരത്തില്ല. ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന്റെ സംവിധാനം യൂസ് ചെയ്യാൻ പറ്റും. ഇ സമൃദ്ധ. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതിയുടെ പേരാണ് എന്ത്? ഇ സമൃദ്ധ. ഇ സമൃദ്ധ. അപ്പൊ പേര് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടണം ഇ സമൃദ്ധ. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതിയാണ് ഇ സമൃദ്ധ. നെക്സ്റ്റ് കെ ലേൺ. സംസ്ഥാനത്തെ 4 വർഷ ബിരുദ പാഠ്യപദ്ധതിക്കായി രൂപകൽപ്പന ചെയ്ത ക്ലൗഡ് അധിഷ്ഠിത ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമാണ് കെ ലേൺ. നമുക്കറിയാം ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി ഡിഗ്രി കോഴ്സുകളുടെ കാലാവധി എത്ര വർഷമാക്കി മാറ്റി? 4 വർഷമാക്കി മാറ്റി. കേരളത്തിൽ അത് നടപ്പാക്കി. സംസ്ഥാനത്ത് 4 വർഷ ബിരുദം പാഠ്യപദ്ധതിക്കായി രൂപകൽപ്പന ചെയ്ത ക്ലൗഡ് അധിഷ്ഠിത ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമിന്റെ പേരാണ് എന്ത്? കെ ലേൺ. അപ്പോൾ ജനഗൽസ പദ്ധതി കാസർഗോഡ് ജില്ലയിൽ തുടക്കം കുറിച്ചു. ഗോത്രകലകളുടെ സംരക്ഷണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ്. അടുത്തത് ഇ സമൃദ്ധ. സംസ്ഥാനത്തെ മൃഗാശുപത്രികളിൽ ഓൺലൈൻ ചികിത്സാ സേവനം നൽകുന്ന മൃഗസംരക്ഷണ വകുപ്പിന്റെ പദ്ധതിയാണ് ഇ സമൃദ്ധ. അടുത്ത കെ ലേൺ. സംസ്ഥാനത്ത് 4 വർഷ ബിരുദം പാഠ്യപദ്ധതിക്കായി രൂപകൽപ്പന ചെയ്ത ക്ലൗഡ് അധിഷ്ഠിത ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോമാണ് കെ ലേൺ. നെക്സ്റ്റ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പാക്കാൻ ടൂറിസം വകുപ്പ് 14 ജില്ലകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. പദ്ധതിയുടെ പേരെന്താണ്? ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. വിനോദസഞ്ചാര വകുപ്പിന്റെ. അപ്പൊ വിനോദ മേഖലയുമായി ബന്ധപ്പെട്ട് ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ടാണെന്ന് ഓർത്തണം. നമ്മൾ നേരത്തെ കെ ഹോംസ് എന്നൊരു പദ്ധതി പഠിച്ചിരുന്നു. അതും ടൂറിസം മേഖലയിലാണ്. ഇവിടെ ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. വിനോദസഞ്ചാര മേഖലയിൽ വൃത്തി ഉറപ്പാക്കാൻ ടൂറിസം വകുപ്പ് 14 ജില്ലകളിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. നെക്സ്റ്റ് വർക്ക് നിയർ ഹോം. ഒരു ഷ്യൂർ ക്വസ്റ്റൻ ആണ്. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കാൻ സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ്. അതായത് IT ഹബ്ബുകൾ പോലെ ഹബ്ബുകളും മറ്റു സംവിധാനങ്ങളും കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ഫെസിലിറ്റികളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ട് നമുക്ക് വീടിനടുത്ത് തന്നെ ആ സെന്ററിൽ പോയി ജോലി ചെയ്യാൻ പറ്റും. ആദ്യ കേന്ദ്രം സ്ഥാപിതമായ കൊട്ടാരക്കരയിലാണ്. ഇത് ഒരു 100% ഉറപ്പിക്കാവുന്ന ക്വസ്റ്റൻ ആണ് ഇത് കേട്ടോ. വർക്ക് നിയർ ഹോം. ആദ്യ കേന്ദ്രം ഇവിടെ സ്ഥാപിതമായി കൊട്ടാരക്കരയിൽ. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണെന്ത്? വർക്ക് നിയർ ഹോം. വർക്ക് നിയർ ഹോമിന്റെ ആദ്യ കേന്ദ്രം ഇവിടെ സ്ഥാപിതമായി കൊട്ടാരക്കര. ഇനി 100% ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഹാപ്പി ലോങ് ലൈഫ്. KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് നടപ്പാക്കുന്ന സൗജന്യ യാത്രാ പദ്ധതിയാണെന്ത്? ഹാപ്പി ലോങ് ലൈഫ്. നമ്മുടെ ആരോഗ്യവകുപ്പ് നേരത്തെ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ആരോഗ്യം ആനന്ദം, അകറ്റാം അർബുദം എന്ന് പറഞ്ഞു. ആരോഗ്യം ആനന്ദം ക്യാൻസർ രോഗത്തിനെതിരെയുള്ള ക്യാമ്പയിനാണ്. അതിന് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മഞ്ജു വാര്യർ, ചലച്ചിത്രതാരം മഞ്ജു വാര്യർക്ക് അപ്പോയിന്റ് ചെയ്തിരുന്നു. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാണ് ആരോഗ്യ ആനന്ദം ക്യാമ്പയിൻ. ഇവിടെ ഹാപ്പി ലോങ് ലൈഫ് പദ്ധതി. ഹാപ്പി ലോങ് ലൈഫ് പദ്ധതി. KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതിയുടെ പേരാണെന്ത്? ഹാപ്പി ലോങ് ലൈഫ്. KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതിയുടെ പേരാണെന്ത്? ഹാപ്പി ലോങ് ലൈഫ്. അപ്പോൾ ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. വിനോദസഞ്ചാര മേഖലകളിൽ വൃത്തി ഉറപ്പാക്കാൻ ടൂറിസം വകുപ്പ് 14 ജില്ലകളിൽ നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത്? ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. വർക്ക് നിയർ ഹോം. IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വീടിനടുത്ത് തൊഴിലെടുക്കാൻ സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണെന്ത്? വർക്ക് നിയർ ഹോം. ആദ്യ കേന്ദ്രം ആരംഭിച്ചെവിടെയാണ്? കൊട്ടാരക്കര.
ഹാപ്പി ലോങ് ലൈഫ് KSRTC ബസ്സുകളിൽ ക്യാൻസർ രോഗികൾക്ക് പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതിയാണെന്ത് ഹാപ്പി ലോങ് ലൈഫ്. ഈസി കിച്ചൺ പദ്ധതി അടുക്കള നവീകരിക്കാൻ 75,000 രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സഹായമായി ലഭിക്കുന്ന പദ്ധതിയാണ് ഈസി കിച്ചൺ പദ്ധതി. നല്ല പേരുകൊണ്ട് ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് ഈസി കിച്ചൺ പദ്ധതി. ഈസി കിച്ചൺ പദ്ധതി അടുക്കള നവീകരിക്കാൻ 75,000 രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സഹായമായി ലഭിക്കുന്ന പദ്ധതിയാണെന്ത് ഈസി കിച്ചൺ പദ്ധതി. ഇനി അടുത്തത് തൊഴിൽ തീരം പദ്ധതി. പേര് തന്നെയുണ്ട്. തീരപ്രദേശങ്ങളിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം പദ്ധതി. തീരപ്രദേശങ്ങളിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണെന്ത് തൊഴിൽ തീരം പദ്ധതി. അപ്പൊ ഇന്നും കാണാൻ പഠിക്കരുത് കേട്ടോ, ആ ഒരു ലോജിക് വെച്ച് ഓർത്തിരിക്കണം. അടുത്ത ക്രൈം മാപ്പിംഗ് പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത് ക്രൈം മാപ്പിംഗ്. അപ്പൊ ക്രൈം മാപ്പിംഗ് കുടുംബശ്രീ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങൾ കണ്ടെത്തി പ്രതിരോധിക്കാൻ വേണ്ടിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്രൈം മാപ്പിംഗ് പദ്ധതി. അപ്പൊ ഈസി കിച്ചൺ പദ്ധതി എന്താണ്? അടുക്കള നവീകരിക്കാൻ 75,000 രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സഹായമായി ലഭിക്കുന്ന പദ്ധതിയാണ് ഈസി കിച്ചൺ പദ്ധതി. അടുത്തത് തൊഴിൽ തീരം പദ്ധതി. തീരപ്രദേശങ്ങളിലെ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം പദ്ധതി. ക്രൈം മാപ്പിംഗ് പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്രൈം മാപ്പിംഗ് പദ്ധതി. ഇനി അടുത്തത് നിർണയ. സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ സർക്കാർ ലബോറട്ടറികളുടെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്ക് ശൃംഖലയാണ് നിർണയ. നമ്മൾ ലാബിൽ പോകുമ്പോൾ എന്തിനാണ് രോഗം നിർണ്ണയിക്കാൻ വേണ്ടിയില്ല, അതുകൊണ്ടാണ് നിർണയ. സംസ്ഥാനത്തുടനീളമുള്ള സംസ്ഥാന സർക്കാർ ലബോറട്ടറികളുടെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്ക് ശൃംഖലയുടെ പേരാണെന്ത്? നിർണയ. സ്വാന്തനമിത്ര ഉറപ്പാണ് ഈ ക്വസ്റ്റ്യൻ. കുടുംബശ്രീ നടപ്പാക്കുന്ന പാലിയേറ്റീവ് കെയർ പദ്ധതി. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കിടപ്പ് രോഗികളുടെ പരിചരണത്തിനായി കുടുംബശ്രീ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണെന്ത്? സാന്ത്വന മിത്ര. വീണ്ടും ഒരു ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ് ഭൂസമൃദ്ധി പദ്ധതി. നമ്മൾ മുമ്പേ കേര പദ്ധതിയൊക്കെ പഠിച്ചില്ലേ, അതുപോലെ തരിശുഭൂമികൾ ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ത്? ഭൂസമൃദ്ധി പദ്ധതി. തരിശുഭൂമികൾ ഏറ്റെടുത്ത്, അതായത് തരിശു നിലം ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ത്? ഭൂസമൃദ്ധി പദ്ധതി. ഭൂസമൃദ്ധി പദ്ധതി. അപ്പൊ എന്തായിരുന്നു നിർണയ? സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ സർക്കാർ ലബോറട്ടറികളുടെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്ക് ശൃംഖല. എന്താണ് സാന്ത്വനമിത്ര? കുടുംബശ്രീ നടപ്പാക്കുന്ന പാലിയേറ്റീവ് കെയർ പദ്ധതി. എന്താണ് ഭൂസമൃദ്ധി പദ്ധതി? തരിശുനില ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഭൂസമൃദ്ധി പദ്ധതി. വീണ്ടും കുടുംബശ്രീയുടെ KTIC കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ KTIC കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. പട്ടികവർഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് KTIC. അതായത് പട്ടികവർഗ മേഖലയിൽ സംരംഭത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണെന്ത്? KTIC കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. പട്ടികവർഗത്തിന്റെ സംരംഭക സ്വപ്നങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണെന്ത്? KTIC കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. നെക്സ്റ്റ് പ്രജ്വല കണക്ട് ടു വർക്ക്. ഇത് ശ്രദ്ധിച്ചോണം, പ്രജ്വല കണക്ട് ടു വർക്ക്. ചിലടത്ത് കണക്ട് ടു വർക്ക് എന്നേ ഉള്ളൂ, കറക്റ്റ് ഇത് പ്രജ്വല കണക്ട് ടു വർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ലാസ്റ്റ് പ്രഖ്യാപിച്ചൊരു പദ്ധതി കൂടിയാണിത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷം വരെ സ്കോളർഷിപ്പ് പോലെ ലഭിക്കുന്ന പദ്ധതിയാണെന്ത്? പ്രജ്വല കണക്ട് ടു വർക്ക്. 18 മുതൽ 30 വയസ്സ് വരെ ആയിരിക്കണം പ്രായപരിധി. അതേപോലെ അപേക്ഷിക്കുന്ന ആളുടെ വാർഷിക വരുമാന പരിധി 5 ലക്ഷം. ഇങ്ങനെ 2 ക്രൈറ്റീരിയ ആണ് പ്രധാനമായിട്ടും പറയുന്നത്. പ്രജ്വല കണക്ട് ടു വർക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനം നേടിയവർക്കും പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷത്തേക്ക് ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. പ്രായപരിധി 18 മുതൽ 30 വയസ്സ് വരെ, വാർഷിക വരുമാന പരിധി 5 ലക്ഷം രൂപ. പ്രജ്വല കണക്ട് ടു വർക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനം നേടിയവർക്കും പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷത്തേക്ക് ലഭ്യമാക്കുന്ന പദ്ധതി. ഇനി അടുത്തത് KAI കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭരണം, പൊതുസേവന വിതരണം, ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥ എന്നിവയിലൂടെ AI സ്വീകാര്യത ത്വരിതപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കേരള സർക്കാരിന്റെ സംരംഭമാണ് കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഭരണമേഖലയിൽ, പൊതുസേവന വിതരണത്തിൽ, അതേപോലെ ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥ എന്നിവയിലുടനീളം AI സ്വീകാര്യത ത്വരിതപ്പെടുത്തുന്നതിനായി, AI യൂസേജ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്ന ലക്ഷ്യത്തോടെ
കേരള സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് എന്ത്? കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ KAI. എന്തായിരുന്നു KTEC? കുടുംബശ്രീ ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. പട്ടികവർഗ വിഭാഗത്തിന് ഈ പറഞ്ഞ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള കുടുംബശ്രീയുടെ പദ്ധതി. പ്രജ്വല കണക്ട് എന്തായിരുന്നു? മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷത്തേക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. 18 മുതൽ 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാം. വാർഷിക വരുമാന പരിധി 5 ലക്ഷം രൂപയാണ്. KAI കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഭരണം, പൊതുസേവന വിതരണം, ഇന്നോവേഷൻ, ആവാസ വ്യവസ്ഥ എന്നിവയിലൂടെ AIയുടെ സ്വീകാര്യത ത്വരിതപ്പെടുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കേരള സർക്കാരിന്റെ സംരംഭമാണ് KAI. നെക്സ്റ്റ്, രക്ഷാകവചം പദ്ധതി. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 25 ലക്ഷം തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതിയാണ് രക്ഷാകവചം. നല്ല സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, രക്ഷാകവചം പദ്ധതി കേട്ടോ. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 25 ലക്ഷം തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതിയാണ് രക്ഷാകവചം. ആശ്രിത ധനസഹായ പദ്ധതിയാണ് രക്ഷാകവചം. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 25 ലക്ഷം തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതിയാണ് രക്ഷാകവചം. വേതന സുരക്ഷാ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരള വഴി നടപ്പാക്കുന്ന ഒരു ഗ്രൂപ്പ് വ്യക്തിഗത അപകട ഇൻഷുറൻസ് പദ്ധതിയാണ് രക്ഷാകവചം പദ്ധതി. മനസ്സിലായല്ലോ? കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 25 ലക്ഷം തൊഴിലാളികൾക്ക് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതിയാണെന്ത്? ഈ പറഞ്ഞ രക്ഷാകവചം പദ്ധതി. ഇപ്പൊ ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില പദ്ധതികൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. ജനഹൽസ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ ടൂറിസം വകുപ്പിന്റെ പദ്ധതിയാണ് ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിൻ. വർക്ക് നിയർ ഹോം വളരെ ഇമ്പോർട്ടന്റ്. ആദ്യ കേന്ദ്ര കൊട്ടാരക്കരയിൽ സ്ഥാപിതമായി. ഷുവർ ക്വസ്റ്റ് ആണ്. KSRTC ബസ്സുകൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന സൗജന്യ യാത്രാ പദ്ധതി ഹാപ്പി ലോങ് ലൈഫ്. അടുക്കള നവീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും 75,000 രൂപ വരെ വായ്പ ലഭിക്കുന്ന പദ്ധതി എന്താണ്? ഈസി കിച്ചൺ പദ്ധതി. തീരപ്രദേശങ്ങളിൽ അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് വേണ്ടി ആവിഷ്കരിച്ച പദ്ധതിയാണ് തൊഴിൽ തീരം പദ്ധതി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ കണ്ടെത്തി പ്രതിരോധിക്കുന്നതിന് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണ് ക്രൈം മാപ്പിംഗ് പദ്ധതി. സംസ്ഥാനത്തുടനീളമുള്ള എല്ലാ സർക്കാർ ലബോറട്ടറികളുടെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് ശൃംഖലയാണ് നിർണയ. കുടുംബശ്രീ നടപ്പാക്കുന്ന പാലിയേറ്റീവ് കെയർ പദ്ധതിയാണ് സാന്ത്വനമിത്ര. തരിശുഭൂമിയിലെ ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഭൂസമൃദ്ധി പദ്ധതി. പട്ടികവർഗത്തിന്റെ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് KTEC കേരള ട്രൈബൽ എന്റർപ്രൈസസ് ആൻഡ് ഇന്നോവേഷൻ സെന്റർ. പ്രജ്വല കണക്ട് വർക്ക് എല്ലാവർക്കും മനസ്സിലായി. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും നൈപുണ്യ പരിശീലനത്തിൽ പങ്കാളികളാവുന്നവർക്കും പ്രതിമാസം 1000 രൂപ വീതം ഒരു വർഷം വരെ ധനസഹായം ലഭിക്കുന്ന പദ്ധതി. KAI ഭരണ, പൊതുസേവന വിതരണം, ഇന്നോവേഷൻ, ആവാസ വ്യവസ്ഥ എന്നിവയിലൂടെ AIയുടെ സ്വീകാര്യത ത്വരിതപ്പെടുത്തുന്നതിന് വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച സംരംഭമാണ് കേരള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നെക്സ്റ്റ്, രക്ഷാകവചം പദ്ധതി. കേരളത്തിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 25 ലക്ഷം തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ആശ്രിത ധനസഹായ പദ്ധതിയാണ് രക്ഷാകവചം പദ്ധതി. ഇനി കുട്ടികൾക്ക് വേണ്ടിയുള്ള ചില പദ്ധതികളാണ്. സുരക്ഷാമിത്ര പദ്ധതി. വീടുകളിലും സ്കൂളുകളിലും കുട്ടികൾ നേരിടുന്ന അതിക്രമം ഒഴിവാക്കാൻ രൂപം നൽകിയ പ്രത്യേക കർമ്മ പദ്ധതിയാണിത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. സ്കൂളുകളിൽ ഹെൽപ്പ് ബോക്സ് ഇതിനായിട്ട് സ്ഥാപിക്കുന്നു. സുരക്ഷാ മിത്ര പദ്ധതി. സ്കൂളുകളിലും വീടുകളിലും കുട്ടികൾ നേരിടുന്ന അതിക്രമം ഒഴിവാക്കാൻ രൂപം നൽകിയ പ്രത്യേക കർമ്മ പദ്ധതിയാണെന്ത്? സുരക്ഷാ മിത്ര പദ്ധതി. സുരക്ഷാ മിത്ര പദ്ധതി. വീടുകളിലും സ്കൂളുകളിലും കുട്ടികൾ നേരിടുന്ന അതിക്രമം ഒഴിവാക്കാൻ രൂപം നൽകിയ പ്രത്യേക കർമ്മ പദ്ധതിയാണ്. സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. സ്കൂളുകളിൽ ഹെൽപ്പ് ബോക്സ് ഇതിനായി സ്ഥാപിക്കുന്നു. അടുത്തത് സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിചരണത്തിന് രക്ഷിതാക്കൾക്ക് സഹായകമാകാൻ ദേശീയ ആരോഗ്യ മിഷനുമായി സഹകരിച്ച് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനാണ് സഹമിത്ര ആപ്ലിക്കേഷൻ. അപ്പൊ സുരക്ഷാമിത്ര കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, സഹമിത്രയും ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സഹായത്തിന് വേണ്ടിയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ. സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിചരണത്തിന് രക്ഷിതാക്കൾക്ക് സഹായകമാകാൻ ദേശീയ ആരോഗ്യ മിഷനുമായി സഹകരിച്ച് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയതാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. ഇപ്പൊ രണ്ടെണ്ണവും ക്ലിയർ ആണല്ലോ. ഒന്ന് സുരക്ഷാ മിത്ര പദ്ധതി. സ്കൂളുകളിലും വീടുകളിലൊക്കെ കുട്ടികൾ നേരിടുന്ന അതിക്രമം ഒഴിവാക്കാൻ രൂപം നൽകിയിട്ടുള്ള പ്രത്യേക കർമ്മ പദ്ധതി. ഇനി അടുത്ത സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിചരണത്തിന് രക്ഷിതാക്കൾക്ക് സഹായമാകാൻ ദേശീയ ആരോഗ്യ മിഷനുമായി സഹകരിച്ച് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയിരിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ.
ഇനി അടുത്തത് കിഡ്സ് ഗ്ലൗ 2025. അടുത്ത പദ്ധതിയാണ് കിഡ്സ് ഗ്ലൗ 2025. ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും സൈബർ എടുത്ത് പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി കേരള പോലീസ് നടപ്പാക്കുന്ന സൈബർ സുരക്ഷാ പദ്ധതിയാണ് കിഡ്സ് ഗ്ലൗ 2025. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നേരത്തെ നമ്മൾ DDAD എന്നൊരു പദ്ധതി കേട്ടോ, ഡിജിറ്റൽ ഡി അഡിക്ഷൻ, മൊബൈലിനൊക്കെ അടിമപ്പെട്ട കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേരള പോലീസിന്റെ പദ്ധതി ഉണ്ടായിരുന്നു. ഇവിടെ കിഡ്സ് ഗ്ലൗ 2025 ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും സൈബർ അടുത്ത് പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി കേരള പോലീസ് നടപ്പാക്കുന്ന സൈബർ സുരക്ഷാ പദ്ധതിയാണെന്ത് കിഡ്സ് ഗ്ലൗ 2025. കിഡ്സ് ഗ്ലൗ 2025 ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും സൈബർ അടുത്ത് പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി കേരള പോലീസ് സൈബർ സുരക്ഷാ പദ്ധതിയാണ്. വാത്സല്യം പ്രൊജക്ട് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പീഡിയാട്രിക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ നടത്താനുള്ള പദ്ധതിയാണ് വാത്സല്യം പ്രൊജക്ട്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പീഡിയാട്രിക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ നൽകുന്നുള്ള പദ്ധതിയാണിത് വാത്സല്യം പ്രൊജക്ട്. വാത്സല്യം പ്രൊജക്ട്. നെക്സ്റ്റ് സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി. ശ്രദ്ധിച്ചോണം, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രാമങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രാമങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണ് സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി. ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് വൺ കിഡ്സ് ഗ്ലൗ 2025 ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്നും വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിനും സൈബർ അടുത്ത് പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി കേരള പോലീസ് നടപ്പാക്കുന്ന സൈബർ സുരക്ഷാ പദ്ധതിയാണ് കിഡ്സ് ഗ്ലൗ 2025. വാത്സല്യം പ്രൊജക്ട് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പീഡിയാട്രിക് റോബോട്ടിക് ശസ്ത്രക്രിയ നൽകുന്ന പദ്ധതിയാണ് വാത്സല്യം പ്രൊജക്ട്. സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രാമങ്ങൾ ഒരുക്കുന്ന പദ്ധതി. നെക്സ്റ്റ് സ്നേഹം പദ്ധതി. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും കളി സമയം ഉറപ്പാക്കുന്ന ലക്ഷ്യമിട്ട് സ്കൂളുകളിലും നാട്ടിലും കളി ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുന്ന വഴി പഠനത്തോടൊപ്പം ശാരീരികവും മാനസികമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്നേഹം പദ്ധതി. നല്ല പേരാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും കളി സമയം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ട് സ്കൂളുകളിലും നാട്ടിലും കളി ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുക വഴി പഠനത്തോടൊപ്പം ശാരീരികവും മാനസികമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്നേഹം പദ്ധതി. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും കളി സമയം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ട് സ്കൂളുകളിലും നാട്ടിലും കളി ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുക വഴി പഠനത്തോടൊപ്പം ശാരീരികവും മാനസികമായ ക്ഷേമം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹം പദ്ധതി. അടുത്തത് മലയാളശ്രീ. സംസ്ഥാനത്തെ ഓറിയന്റൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ഒരുക്കുന്ന പദ്ധതിയാണ് മലയാളശ്രീ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാനത്തെ ഓറിയന്റൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ഒരുക്കുന്ന പദ്ധതിയാണെന്ത് മലയാളശ്രീ. ക്ലിയർ ആണല്ലോ? സ്നേഹം പദ്ധതി എന്താണ്? മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും കളി സമയം ഉറപ്പാക്കുന്ന ലക്ഷ്യമിട്ട് സ്കൂളുകളിലും നാട്ടിലും കളി ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുക വഴി പഠനത്തോടൊപ്പം ശാരീരികവും മാനസികമായ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സ്നേഹം പദ്ധതി. മലയാളശ്രീ സംസ്ഥാനത്തെ ഓറിയന്റൽ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം നൽകുന്ന പദ്ധതി. അക്ഷരം ആരോഗ്യം. ലാസ്റ്റ് വൺ അക്ഷരം ആരോഗ്യം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ശാരീരികവും മാനസികമായ ക്ഷേമം നിരീക്ഷിക്കുന്നതിനായി 2026 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര സ്കൂൾ ആരോഗ്യ പരിപാടി 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ളവർക്കുള്ള പദ്ധതിയാണ് അക്ഷരം ആരോഗ്യം. സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ശാരീരികവും മാനസികമായ ക്ഷേമം നിരീക്ഷിക്കുന്നതിനായി 2026 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഇനി നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ആരോഗ്യ പദ്ധതികളെ കുറിച്ചും അറിയുന്നതിനായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 104. നല്ല പ്രാധാന്യമുണ്ട്. കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ആരോഗ്യ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനുമായി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യവകുപ്പ് ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് 104. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില പദ്ധതികളാണ് പറഞ്ഞത്. ഒന്ന് സുരക്ഷാ മിത്ര പദ്ധതി. വീടുകളിലും സ്കൂളുകളിലും കുട്ടികൾ നേരിടുന്ന അതിക്രമം ഒഴിവാക്കാൻ രൂപം നൽകിയ പ്രത്യേക കർമ്മ പദ്ധതി. തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. സ്കൂളുകളിൽ ഹെൽപ്പ് ബോക്സ് ഇതിനായി സ്ഥാപിക്കുന്നു. സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ പരിചരണത്തിന് രക്ഷിതാക്കൾക്ക് സഹായകമാകാൻ ദേശീയ ആരോഗ്യ മിഷനുമായി സഹകരിച്ച് കോഴിക്കോട് ജില്ലാ ഭരണകൂടം തയ്യാറാക്കിയതാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ. കിഡ്സ് ഗ്ലൗ 2025 ഇന്റർനെറ്റ് ആസക്തിയിൽ നിന്ന് വിദ്യാർത്ഥികളെ മോചിപ്പിക്കുന്നതിന് സൈബർ അടുത്ത് പാലിക്കേണ്ട സുരക്ഷാ പാഠങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി കേരള പോലീസ് നടപ്പാക്കുന്ന സൈബർ സുരക്ഷാ പദ്ധതി. വാത്സല്യം പ്രൊജക്ട്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ പീഡിയാട്രിക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ നൽകുന്ന പദ്ധതിയാണ് വാത്സല്യം പ്രൊജക്ട്.
സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി. ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കാൻ സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രാമങ്ങൾ ഒരുക്കുന്ന പദ്ധതിയാണെന്ത്? സംയോജിത പുനരധിവാസ ഗ്രാമം പദ്ധതി. സ്നേഹം പദ്ധതി. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും കളിശ്രമം ഉറപ്പാക്കുന്ന ലക്ഷ്യമിട്ട് സ്കൂളിലും നാട്ടിലും കളി ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുക വഴി പഠനത്തിനും ശാരീരിക മാനസിക ക്ഷേമത്തിനും പ്രാധാന്യം നൽകുന്ന പദ്ധതിയാണ്. മലയാളശ്രീ. സംസ്ഥാനത്തെ ഓറിയന്റൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മാതൃഭാഷ പഠനത്തിന് അവസരമൊരുക്കുന്ന പദ്ധതി. അക്ഷരമാരോഗ്യം. സർക്കാർ എയ്ഡഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ശാരീരികവും മാനസികമായ ക്ഷേമം നിരീക്ഷിക്കുന്നതിന് 2026 ഫെബ്രുവരിയിൽ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ്. 1 മുതൽ 12ാം ക്ലാസ് വരെ നടപ്പാക്കുന്നു. കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് സർക്കാർ നടപ്പാക്കുന്ന വിവിധ ആരോഗ്യ പദ്ധതികളെ കുറിച്ചും അറിയാനുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ 104. അപ്പൊ ഇത്രയും പദ്ധതികളാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമുക്കറിയാം സ്കീംസ് ഒരുപാടുണ്ട്, എങ്കിൽ പോലും ഏറ്റവും പ്രാധാന്യമുള്ളത്, ചോദിക്കുന്ന ഉറപ്പുള്ളത് നമ്മൾ എടുത്ത് പിക്ക് ചെയ്ത് പഠിച്ച് സ്റ്റാൻഡേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറഞ്ഞ റൂട്ട് കുറച്ചുകൂടെ ഡെപ്തിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പൊ ആ പ്രാധാന്യം മനസ്സിലാക്കി ക്ലാസ് കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.